അവനോട് ചാരു അത്രയും ചൂടാണ്ട് ആവശ്യമുണ്ടായിരുന്നില്ല. ഓ ശരിക്കും അവള് പറഞ്ഞത് കുറഞ്ഞുപോയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കളിച്ച് തിരിച്ച് മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത്ര ഇമോഷണൽ ആയെങ്കിൽ ബെഞ്ചമിൻ ഓർത്തോളം അത്രയും വിഷമിച്ചിട്ടുണ്ടാവാം. പാവം. ബെഞ്ചമിൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാനും പറയണില്ല. പക്ഷെ ചെയ്ത തെറ്റ് തിരുത്താനൊരു അവസരം അവൻ ചോദിക്കുമ്പോ അവൾ ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവൾ എങ്ങനെ ഓവർ റിയാക്ട് ചെയ്തെന്നാ ഏതൊക്കെ പറയണേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ബെഞ്ചമിനെ തിരിച്ച് ചാരുവാണ് പറ്റിച്ചതെങ്കിൽ ഇറക്കിയത് പറയൂ. ജീവിതകാലം മുഴുവൻ അവളെ പോക്കേഴ്സ് എന്ന് ലേബൽ ചെയ്യാറുന്നല്ലോ. നിങ്ങൾ ചെയ്യുന്നത് ഹീറോയിസം അല്ലെങ്കിൽ പ്രായത്തിന്റെ പക്വതയില്ലായ്മ. പെൺപിള്ളേർ ചെയ്ത കുടുംബത്തിൽ പറക്കാത്തവള് ക്യാരക്ടർലെസ്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ് നമ്മളെ തമ്മിൽ അടിയാവണ്ട. ബെഞ്ചമിൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഇതാദ്യമായിട്ടാ ചാരുവിന്റെ പുറകെ പിന്നെയും ചെല്ലുന്നുണ്ടെങ്കിൽ അവനവളെ അത്ര ഇഷ്ടാണ്. ഇപ്പൊ പറഞ്ഞിട്ടെന്താ, നമ്മളത് വേണ്ടെന്ന് തറപ്പിച്ച് പറയുമ്പോ നീ ഒന്ന് സംസാരിച്ചു നോക്ക്. അവൾക്ക് അവൻ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബെഞ്ചമിൻ ഇനിയും പഴയ പോലെ അവൾ ഇട്ടിട്ട് പോകുന്നുള്ള പേടിയുണ്ടാവും അവൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ. എനിക്കെന്തോ അങ്ങനെയാ തോന്നിയത്. ആയിരിക്കാം. വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ച് നോക്കാം. അവളെന്താ പറയുന്നത് നോക്കിട്ട് ഞാൻ ഇറക്കാൻ വിളിക്കാം. പോരെ? കോപ്പ് മനുഷ്യന്റെ നല്ല മൂട് പോയി കിട്ടി. എന്തായാലും അവന് എന്തൊക്കെയാണാവോ കാട്ടിക്കൂട്ടാൻ പോണത്. ബെഞ്ചമിൻ വീട്ടിലേക്കാവോ പോയേക്കുന്നേ? പോക്ക് കണ്ടിട്ട് ഹോസ്റ്റലിലേക്കാണെന്നാ തോന്നണേ. വീട്ടില് അപ്പനും അമ്മക്കും അവന്റെ മുഖമൊന്നും ആടിയാ പിന്നെ അത് മതി ഊണുറക്കവും ഉപേക്ഷിക്കാനായിട്ട്. ഒറ്റ മോനല്ലേ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇന്ന് പോയില്ല. പിന്നെ വെള്ളം അടിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്കും. ഹോസ്റ്റലിലേക്ക് ആകാൻ സാധ്യത കാണുന്നുള്ളൂ. ഞാനാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരുമിച്ച് പുറത്തൊക്കെ പോകുന്ന വിചാരിച്ചതാ. ഇനിയിപ്പോ പിന്നെ ഒരിക്കലാവാല്ലേ. സമയം ഉണ്ടല്ലോ. ജീവിതം ഇങ്ങനെ നമുക്ക് മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ ബ്രോ. ബ്രോ ചാരു പോയല്ലോ. ഇനിയിപ്പോ നീ ഒറ്റക്ക് പോണ്ടേ? വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. മുറുക്കെ പിടിച്ചിരിക്കാനും വഴി വീണിട്ട് എന്നോട് പറയരുത്, പറഞ്ഞേക്കാം. വീഴുമ്പോ പഠിച്ചോളൂ. ബെഞ്ചമിനെ, ഇതെന്തുവാടാ നാറിയിട്ട് കേറാൻ വയ്യല്ല റൂമില്? വന്നോ കാമകൻ? നീ ഒരൊറ്റ ഒരുത്തം കാരനാണ് ഞാൻ ഇങ്ങനെ ആയി. ഞാനെന്ത് ചെയ്തു? നീ തന്നെയാണ്. നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേടാ നായിന്റെ മോനെ, ആ അലീനെ വിട്ടേക്ക്, അവസരം പെൺപിള്ളേരെ വേറെ നോക്കാന്ന്. അപ്പൊ നിനക്ക് ദിവ്യത്തോന്നും തേങ്ങാക്കൊല മാങ്ങാത്തോലി. നീ അവളെ കാണാൻ ക്ലാസ്സിൽ പോയില്ലായിരുന്നെങ്കിൽ കൂട്ടിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മഞ്ജുവിനെ വീണ്ടും കാണുമായിരുന്നോ? എനിക്ക് ആ പ്രേമസ്തിക്ക് പിടിക്കോളാ. മഞ്ജു അല്ല, ചാരു. ആരായാലും ഞാൻ സങ്കടപ്പെടണില്ലേ? നിനക്ക് എന്തായാലേടാ പ്രേമം പൂത്ത് തളർത്തും ഒട്ടിട്ട് നിക്കണം. എടാ, എന്നെ പോലെ ഒരൊറ്റ ഒരുത്തനും അവൾ ഈ ജന്മം നോക്കൂല. അതാ മരക്കാരൊക്കെ അറിയില്ലെന്നല്ല, മനസ്സിലാക്കിയിരുന്ന വാശി. ഇനി ഞാനൊന്നും വേദന മേടിച്ചാലുണ്ടല്ല പെൺപിള്ളേര് ചൈന വൻമതിലിന്റെ നീളത്തേക്ക് ഓടിക്കും. അറിയാ നിനക്ക്? പിന്നെ നന്നായിട്ടറിയാം. എന്നാ പിന്നെ ആ ക്യൂവിൽ നിന്ന് ആരെങ്കിലും നോക്കിയാ പോരായിരുന്നു നിനക്ക്? അതിനെ കഴുത മനസ്സിൽ നിന്ന് പോയിട്ട് വേണ്ടേ? പണ്ട് വെറുതെ പറഞ്ഞത് അവളുടെ പേര് നെഞ്ചത്ത് പച്ച കുത്തിന്ന്. അറമ്പത്തൊന്നും ഓർത്തില്ല. ഇപ്പൊ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും അവളുടെ മുഖമാണ് മനസ്സിൽ. നീ ഒന്ന് എഴുന്നേറ്റ് പോയി തലയൊന്നും നനക്ക്. എന്നിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോയിച്ചു വരാം. അപ്പൊ നീ ഒന്ന് ഫ്രഷ് ആകും. അല്ലാതെ ഇവിടെ ഇരുന്ന് അടിച്ചു കയറിയിട്ട് എന്താ കാര്യം? വാ, എഴുന്നേക്ക്. വീടളിയാ, ഞാൻ എങ്ങോട്ടുമില്ല. എനിക്കിന്ന് കുടിച്ച് ബോധം കളയണം, അല്ലാതെ ഉറങ്ങാൻ പറ്റൂല. ഈ നെഞ്ചിന്റെ ഉള്ളില് ഒരു പ്രത്യേകതരം വേദന, ഒരു കൊളുത്തല്. അത് മാറാൻ കള്ള് തന്നെയാണ് അളിയ ബെസ്റ്റ്. എന്നാൽ അവൾക്ക് എന്താടാ എന്നെ മനസ്സിലാവാത്തത്? ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ എന്റെ ഇഷ്ടം അവൾക്ക് കാണിച്ചു കൊടുക്കാനോ? നമുക്കൊക്കെ ശരിയാക്കാം. അത് നീ ഇവിടെ നിന്ന് എഴുന്നേക്കളിയാ. ഇനി ചിലപ്പോ ഞാൻ തേച്ച പെണ്ണുങ്ങളുടെ പ്രാക്കാവും.
അവള് പറഞ്ഞ പോലെ എന്റെ തമാശ എത്ര പേരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുന്നു ഞാൻ ഓർത്തിട്ടില്ല ഒരിക്കലും. അപ്പൊ ഇതൊക്കെ ഒരു രസം, നേരം പോക്ക്, ആ പ്രായത്തിന്റെ വിവരക്കേട്. പക്ഷെ അവളോട് അങ്ങനെ അല്ല അളിയ. അവൾ അന്ന് അനുഭവിച്ച അതേ പെടച്ചിലാണ് ഇപ്പൊ എന്റെ ചങ്കിലുള്ളത്. ഇനി ഒരിക്കലും വിഷമിപ്പിക്കില്ല ഞാൻ അവളെ. എനിക്കൊരു ചാൻസ് കൂടെ, ഒരൊറ്റ ചാൻസ് കൂടെ. ചാരു, നീ ഉറങ്ങിയോ? ഇല്ല. എന്തേ? നീ എഴുന്നേക്ക്, ഒരു കാര്യം പറയാനുണ്ട്. ബെഞ്ചമിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേക്കണ്ട. നീ അത് എഴുന്നേക്ക്, ഞാനത് വിളിക്കുന്നേ. നോക്ക്, ഞാനിനെ വിഷമിക്കാൻ വേണ്ടിയല്ല ഒന്നും പറയുന്നേ. എടി, ബെഞ്ചമിൻ സീരിയസ് ആണ് നിന്റെ കാര്യത്തിൽ. പഴയ പോലെ അല്ല. ഇനി നീ അത് കണ്ടില്ലെന്ന് വെക്കുന്നത് കഷ്ടല്ലേ? കഷ്ടമാണേ കണക്കായിപ്പോയി. ഞാൻ എന്താ വേണ്ടേ അതിന്? ഞാൻ സീരിയസ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പുറകെ നടന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് അവൻ സീരിയസ് ആയില്ലെന്ന് മാത്രം. അതൊക്കെ ശരിയാണ് ചാരു. നീ ഇന്ന് അവനോട് പറഞ്ഞതില് ഒരു വരി പോലും തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഇൻഫാക്ട് അത് പറഞ്ഞത് വളരെ ശരിയുമാണ്. പക്ഷെ ചെയ്ത തെറ്റ് തിരുത്താൻ ബെഞ്ചമിൻ ആത്മാർത്ഥമായിട്ടൊരു ചാൻസ് ചോദിക്കുമ്പോ നിനക്കറിയാനിട്ടാ ഞാൻ അവനെ എന്തോരമാണ് മനസ്സിൽ കൊണ്ട് നടന്നേന്നു. എന്നിട്ട് ഇനി ഇല്ലാത്ത ചേച്ചിയുടെ പേര് തേച്ചത് ഞാൻ മറന്നേനെ. പക്ഷെ കോളേജിൽ ചേർന്നപ്പോ ആ അഞ്ചു സീനിയർ അവളുടെ തോളിലുമായിട്ട് ഇടിച്ചുകൊണ്ടുള്ള വരവ് ഓർക്കുമ്പോ അവന് കാലേ വരി നിലത്തടിക്കാൻ തോന്നുക. അതും കഴിഞ്ഞ് എന്നെ എത്ര പെട്ടെന്ന് കാണാമോ വന്നവൻ. അറ്റ്ലീസ്റ്റ് ഒരു സോറി പറഞ്ഞു ഇത്ര നാളായിട്ടും. പോട്ടെ, അതൊക്കെ പോട്ടെ. കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതിന് കാര്യമില്ല. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിന്നോട് ചോദിക്കോളൂ. നിനക്ക് ബെഞ്ചമിനെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് വൈകുന്നേരം പറഞ്ഞത് അത് നേരാണോ? അതൊരു ഫ്ലോയിൽ പറഞ്ഞതാ, കാര്യമൊക്കെ ഉണ്ടോ? ഫ്ലോയിൽ പറഞ്ഞതോ? ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. തലയിൽ കൂടി പതിപ്പിട്ട ദിവസം രാത്രി നോങ്ങണത് ഞാൻ അറിയില്ലെന്നാണ് എന്റെ വിചാരം. ഓ, അപ്പൊ ഞാൻ കരയണം നിനക്കറിയാം. എന്നിട്ട് ഇന്നേവരെ നീ എന്നെ ഒരിക്കലും ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടോടി ചെറ്റെ? അത് പിന്നെ കരഞ്ഞു വീരണ സങ്കടങ്ങൾ അങ്ങനെ തീരട്ടെ എന്നോർത്തു. ഓ എന്റെ കർത്താവേ, എന്ത് വലിയ സൽക്കർമ്മം. അത് വിട്, നീ ഞാൻ ചോദിച്ചതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. ബെഞ്ചമിൻ അച്ചായനുണ്ടോ ചാരുച്ചാച്ചിയുടെ ഉള്ളില്? ആ കാട്ടുമാക്കാനല്ലാതെ വേറെ ആരും ഉണ്ടാവാനാണ് എന്റെ ഉള്ളില്. ആദ്യമായിട്ട് പ്രേംസ്ഥാൻ കോന്തനായി പോയില്ലേ, ഇനിയിപ്പോ ജീവിതം അവസാനം വരെ മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവന്റെ തല്ലുകൊള്ളിത്തരം ഓർക്കുമ്പോ ഇനിയും പഴയ പോലെ ഞാൻ കുത്തിരുന്ന് മോങ്ങേണ്ടി വരുമെന്നൊരു പേടി. അതുകൊണ്ട് കാണുമ്പോഴൊക്കെ ഞാൻ കണ്ടിച്ചേറാൻ നിൽക്കണേ. ബട്ട് ഇഷ്ടമാർന്നെ പിന്നെ നീ എന്തിനാ നേരെ കൺമുന്നിൽ വരരുതെന്നൊക്കെ പറഞ്ഞേ. ഒരാവശ്യമില്ലാതെ നീ കോംപ്ലിക്കേറ്റഡ് ആക്കിയില്ല. ബെഞ്ചമിൻ ഇനി നിന്റെ അടുത്ത് വരുമോ? നീ നിന്നെ മറക്കാനല്ലേ നോക്കൂ. പിന്നെ കോപ്പാണ്, ഒരു നാണമില്ലാതെ നാളെ ക്ലാസ്സിനെ വിളിച്ച് നിൽപ്പുണ്ടാവും. കണ്ടോ നീ? അതെങ്ങനെ കൊണ്ടേ പോവുള്ളൂ. ബട്ട് ഞാൻ അത്ര എളുപ്പം പിടികൊടുക്കുന്നില്ല മോളെ. എന്തിനാടി പാവം. ഇഷ്ടമാണേൽ അങ്ങ് പറഞ്ഞേക്ക്. ഇനി അങ്ങനെ എനിക്ക് ചുറ്റിക്കണോന്നോ? ചുറ്റി തലയിറങ്ങി വീഴട്ടെ. അപ്പൊ ഞാൻ ചെന്നോളാം പിടിച്ചെഴുന്നേപ്പിക്കാൻ. അതുവരെ ഞാൻ അനുഭവിച്ച സങ്കടത്തിന്റെ കുറച്ചൊക്കെ അവനും അനുഭവിക്കട്ടെ കാലൻ. എന്തായാലും ഞാൻ ഇറക്കിനെ വിളിച്ചെന്ന് പറയട്ടെ. ഈ ന്യൂസ് പറഞ്ഞാൽ പുള്ളിക്ക് സന്തോഷവും. നീ വിഷമിച്ചു പോണണ്ടപ്പോൾ ബെഞ്ചമിന്റെ പേരിൽ ഞാനും ഇത്തിരി ചൂടായിപ്പോയി. ഇന്ന് എന്നെ വിളിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഒരാളെ അറിയിക്കണ്ട, ആദ്യം ബെഞ്ചമിൻ വരട്ടെ. എനിക്ക് ശരിക്കും തോന്നട്ടെ അവൻ എന്നെ വേണോന്ന്. എന്നിട്ടൊക്കെ മതി എറിക്കിനോട് ഈ കാര്യം പറയുന്നത്. നിന്റെ ഇഷ്ടം. എന്തായാലും ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. ഒരു സോറി പറഞ്ഞില്ലേ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. നീ കിടന്നു. കോപ്പ്, നീ എന്താണ് പന്നി വിളിക്കാൻ? നിനക്കറിയാൻ പാടില്ലെന്ന് കോളേജിൽ പോലെ കാണാനുള്ളു. അടിച്ച് പല്ലെടുക്കുന്ന ആറി ഇന്നലെ രാത്രി തുടങ്ങി വിളിക്കണേ നിന്നെ. അതൊടുക്കത്തെ സങ്കടം ഉണ്ടാക്കൽ കാരണം ഇന്ന് എനിക്കും പോകാൻ പറ്റിയില്ല. എന്നിട്ട് വിളിച്ചില്ല പോലും. ഓ, ഇന്നലെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പറ്റിപ്പോയി. നീ ക്ഷമിയാളിയാ. എനിക്കതല്ല, 4 ബിയർ അടിച്ചിട്ട് ഇങ്ങനെ ഫിറ്റ് ആവണ ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണണേ. ഒന്നുമില്ലല്ലോ, നീയുടെ അച്ഛനല്ലേടാ, ഇത്ര കപ്പാസിറ്റി ഇല്ലാണ്ടാവോ? അത് പിന്നെ ഇന്നലെ സങ്കടം കൊണ്ടാ. അല്ലെ 10 ഒരുമിച്ചടിച്ചാലും ഞാൻ പതറാതെ നിൽക്കും. നീ റെഡിയാവാ, പോകാം. ഉവ്വ, എന്തൊക്കെയായിരുന്നു ഇന്നലെ? സന്യാസിനി പാട്ടും മറ്റേടത്തെ വാളുവെക്കലും. എന്റെ പുതിയ ടീഷർട്ടിനാണ് ഡാഷ് വന്ന് നീ വാളി കുതിർത്തു വെച്ചേക്കണേ. ഓർക്കുമ്പോ കൊതുമ്പ് വലിച്ച് കീറണ പോലെ കീറാനാ തോന്നണേ. ടീഷർട്ടോ? അല്ലടാ നിന്റെ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇത്രയൊക്കെ കേട്ടിട്ട് വല്ല നാണുണ്ടാ?
എന്നിട്ടും പോണേണം അവൻ ഇനി അടുത്ത റൗണ്ട് തെറിയേക്കാൻ. അസാധ്യം തൊളിക്കിട്ട് തന്നെ സമ്മതിക്കണം ബെഞ്ചമിനെ. ഞാൻ എന്തിനാ കാണിക്കണേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ, പിന്നെ വേറെ മുന്നിലല്ലല്ലോ. പോരാത്തതിന് അവൾ ഇന്നലെ സമ്മതിക്കുകയും ചെയ്തില്ലേടാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഇനി എന്താലോചിക്കാനാണ് പ്രീക്കെ? വളച്ചൊടിക്കുക, വീട്ടിൽ കൊണ്ടുപോവാ, അത്ര തന്നെ. ആ ഓടിക്കാനങ്ങ് ചെല്ലി അവളോടെ കാത്തു നിൽപ്പുണ്ടാവും. നിനക്ക് പ്രാന്താണ്, നല്ല കൂടിയ പ്രാന്ത്. സ്നേഹം ഭ്രാന്താണെങ്കിൽ, ഇഷ്ടം വട്ടാണെങ്കിൽ, യെസ് ഐ ആം മാഡ്. ഇതൊന്നും അല്ലെങ്കിൽ നിനക്ക് പ്രാന്താണ്, അതിലെനിക്കൊരു സംശയമില്ല. ആ പ്രാന്ത് നിന്റെ അപ്പനാണ്. ചങ്കെടുത്ത് കാട്ടിട്ട് നിനക്ക് ചെമ്പരത്തി പോണേ ഞാൻ എന്ത് ചെയ്യാനാണ് ഊളെ? ഇയാളെ പറ്റുമെങ്കിൽ കൂടെ നിന്നാ മതി, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം. എന്തായാലും അവള് അത് എനിക്ക് പറ്റത്തില്ല. എടാ നീ ശരിക്കും സീരിയസ് ആണ് കെട്ടാനുള്ള പ്ലാനില്? സത്യമായിട്ടും? ഞാൻ ഇത്രയും നേരം വളവള അടിച്ചിട്ട് നിനക്ക് വിശ്വാസമായില്ലേ ജാടത്തിണ്ടി? അതല്ല, ജാതി മതം അതൊക്കെ പ്രശ്നമാവൂലേ? നീ അതൊക്കെ ആലോചിച്ചിട്ടാണോ? വെറുതെ ഇനി അവൾക്ക് ഹോപ്പ് കൊടുത്തിട്ട് കൊടുക്കാൻ കരയിക്കാൻ നിൽക്കരുത്. ചാട്ടവും കളിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ആവണത്. അതുകൊണ്ടാണല്ലോ അവൾ എന്റെ തലക്ക് പിടിച്ചേ. ജാതിക്കും മതത്തിന് എന്താടാ പ്രശ്നം? അവളുടെ ജാതി പെണ്ണും എന്റെ ജാതി ആണ്, മതം മനുഷ്യൻ. ഇതില് ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ നിനക്ക് പ്രശ്നം തോന്നുന്നുണ്ടേ അത് നിന്റെ മൂരാജി കണ്ണിന്റെ കുഴപ്പമായി കണ്ടാ മതി. അവന്റെ ഒരു ജാതിയും മതവും. എന്റെ കണ്ണ് മൂരാജി ആയിക്കോട്ടെ, അതിനാ സഹിച്ചു. പക്ഷെ അവളുടെ അച്ഛന്റെ അമ്മയുടെ കണ്ണോ? ആ കണ്ണില് നീ ഒരു ക്രിസ്ത്യാനിയും അവള് ഹിന്ദുവാണ്. അവിടെ പോയി താങ്കളുടെ സ്ത്രീ ജാതിയിലുള്ള മകളെ പുരുഷ ജാതിയിലുള്ള ഞാൻ വിവാഹം കഴിക്കുന്നതിൽ അങ്ങേക്ക് എതിർപ്പുകളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെയും നീ? പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ? ഈ പേരെ അവക്കടെ അപ്പൻ എനിക്ക് അവളെ തന്നില്ലേ പോയി പണി നോക്കാൻ പറയുന്നത്. മര്യാദക്ക് ചോദിക്കും, ഒന്നുപോലും നോക്കിയില്ലേലും കഷ്ടപ്പെടുത്തില്ലെന്ന വാക്കും കൊടുക്കും. ആ വാക്കിന് മുകളിലാണ് അവരുടെ മനസ്സിൽ ജാതി മതമെങ്കിൽ തൂക്കി എടുത്തോണ്ട് പോലും ഞാൻ അവളെ. എന്തായാലും ഞാൻ ജീവനോടിരിക്കുമ്പോ വേറൊരുത്തൻ അവൾക്ക് മിന്നേട്ടത്തിൽ അത് ഉറപ്പിച്ചതാ. എടാ പിന്നെ ഈ ജാതിയുടെയും മതത്തിന്റെയും കാര്യം, അവക്കും എനിക്കും പ്രാർത്ഥിക്കാൻ ഒരു ദൈവം വേണം. അതിന് ഞങ്ങൾക്ക് എന്തിനാണ് ജാതി മതവും? ഈ കണ്ട ആനക്കും പൂച്ചക്കും പട്ടിക്കും ഒക്കെ ഏത് ജാതി മതവും ഉള്ളത്? ഫിലോസഫിക പിന്നെ ഒഴുകുകയാണല്ലോ ബെഞ്ചമിൻ സാറേ. കെട്ടിറങ്ങിയിട്ടില്ലല്ലേ ഇന്നലത്തെ? അയ്യോ ഒരു വലിയ അല്ല, എന്താ നിന്റെ പ്ലാൻ? അവളെ കെട്ടാൻ തന്നെയാണോ? അതാദ്യമേ തീരുമാനിച്ചതല്ലേ. പക്ഷെ സമയമാണവില്ല. ഒരു ജോലി ഒന്നും റെഡി ആവാതെ എങ്ങനെയാടാ വീട്ടിൽ പറയണത്? ചേച്ചിയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനിടെ കാലീനയുടെ വീട്ടിലും കല്യാണത്തിന്റെ ബഹളം തുടങ്ങും. ഒക്കെ കൂടി ആലോചിക്കുമ്പോ പ്രാന്ത് കയറും. ചിലപ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നും. പക്ഷെ അവക്കടെ മുമ്പ് ഓർക്കുമ്പോ സിന്റി ഇടിക്കല്ലേ ഒക്കെ ശരിയാകും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. ചിൽ മാൻ, ഒക്കെ ആ സമയത്തങ്ങ് നടക്കും. വി ഗോണ റോക്ക്. ഇനി അങ്ങനെ വിശ്വസിക്കാം. ഇനിയിപ്പോ ചാരുവിനെ എങ്ങനെയാ കൺവിൻസ് ചെയ്യാൻ തോന്നേ? വല്ല ഐഡിയ ഉണ്ടോ? എവിടെന്ന്? പണ്ടൊക്കെ പെൺപിള്ളേരെ വളർത്താൻ ഓരോരുത്തന്മാരെ എന്നോട് ഐഡിയ ചോദിച്ചിരുന്നേ. അവന്മാർക്ക് പറഞ്ഞു കൊടുത്ത അതേ ഐഡിയ ഉപയോഗിച്ച് ഞാൻ അവന്മാരെ നോക്കണ പെൺപിള്ളേരെ തന്നെ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഇവക്കടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല മോനെ. എന്തായാലും ഉച്ചകഴിഞ്ഞെങ്കിലും ക്ലാസ്സിൽ കയറണം. അപ്പൊ ഇറങ്ങുമല്ലേ? കുളിച്ചോണ്ടിരുന്നപ്പോ എനിക്കൊരു ഐഡിയ കിട്ടി മോനെ. എന്ത് ഐഡിയ? മനസ്സിലായി. ഇന്ന് അവളുടെ മുന്നിൽ ചെല്ലാതെ ഫുൾ ഡേ അവൾ നിന്നോർത്തിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവല്ലേ? മുഴുവനായും അതല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അതുക്കും മേലൊരു സംഗതിയാണ്. എടാ നീ കാര്യം പറ, എന്ത് കോപ്പാണ് നീ ആലോചിച്ചു കൂട്ടണേ? ഇവനോടിപ്പൊ പറഞ്ഞ അവൻ ആദ്യം തന്നെ എതിർത്തളി. വെറുതെ പിസ്റ്റ് പൊളിക്കണ്ട. അത് പറയാം, ബട്ട് നീ ആദ്യം ഞാൻ ചോദിക്കണ ചോദ്യത്തിന് ഉത്തരം പറയണം. ചോദിക്ക്. നിനക്ക് എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? ഊതാൻ പോണേനെങ്കിൽ പറയണ്ട. കാണാൻ കൊള്ളാവുന്ന, അത്യാവശ്യം നല്ല സ്വഭാവമുള്ള, നല്ല കുടുംബത്തിൽ പറഞ്ഞ നിന്റെ നല്ല ഫ്രണ്ടല്ലേ ഞാൻ? അവസാനത്തെ രണ്ടും കറക്റ്റാണ്. ആദ്യത്തെ രണ്ടും എനിക്ക് അങ്ങോട്ട് സമ്മതിച്ചു തരാൻ പറ്റണില്ല. അങ്ങനെയുള്ള നിന്റെ ഫ്രണ്ടിന്റെ കൂടെ എന്ത് കാര്യത്തിനും, അതായത് നേരെയുള്ള എന്ത് കാര്യത്തിനും നീ കൂട്ടു നിൽക്കുമെന്ന് ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഊളത്തനെ ഞാൻ നിർത്തി. ന്യായമായ കാര്യത്തിനേ ഇനിയുള്ളൂ. ആ കാര്യത്തിന് നീ കൂട്ടു നിൽക്കോ ഇല്ലയോ? ന്യായമാണെങ്കിൽ നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ നീ കാര്യം എന്താന്ന് പറഞ്ഞില്ല. അതോർത്ത് നീ തലപിടിപ്പിക്കണ്ട. ഞാനത് സമയം അവധി പറയില്ല. എന്തായാലും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ല. നീ മറ്റവളെ വിളിച്ച് പറഞ്ഞേക്ക് വരുന്നില്ലെന്ന്. ബാക്കി ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കൂല്ലോ നോക്കട്ടെ. അളിയ കഥാനായകനെ കാണുന്നില്ലല്ലോ. വല്ലയിടത്തും വെള്ളം ഒടിച്ച് കിറങ്ങി കിടപ്പുണ്ടാവും. നേരം വെളുത്തപ്പോ തല പൊങ്ങിട്ടുണ്ടായാലല്ലേ വന്ന് നിൽക്കാൻ പറ്റും. അല്ലാതെ ഞാനിന്നലെ പറഞ്ഞതിന്റെ വഴി വരാണ്ടിരിക്കണമെങ്കിലേ ഇത് ബെഞ്ചമിന് അല്ലാണ്ടിരിക്കണം. ഒന്നുമില്ലെങ്കിലും കുറച്ചാളെ പ്രേമിച്ചതല്ലേ മോളെ.
ഒരു വിധമുള്ള ബെഞ്ചമിന്റെ രീതികളൊക്കെ മണത്തറിയും ചാരു. പണ്ടേ മണത്തറിഞ്ഞാൽ ഇട്ടിട്ട് പോകില്ലായിരുന്നല്ലോ. എന്തിനാടി വെറുതെ എന്നെ കൊണ്ട് അപ്പനെ വിളിപ്പിക്കണേ? അയ്യോ, അപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാളിയാ പപ്പ ലീവിന് വരുന്നുണ്ട്. ഇന്നലെ അമ്മ പറയണത് കേട്ടതാ. അതിനെന്താ, വന്നോട്ടെ, നല്ല കാര്യമല്ലേ. പുള്ളിക്ക് വേണ്ടി ആ മണലാരണ്യത്തിൽ നിന്നത് റിലാക്സേഷൻ. ഇവിടെ എന്തോന്നാ ഇടി, എല്ലാ പ്രാവശ്യം വരുന്നവരാണ് ഇപ്രാവശ്യം. ഇപ്രാവശ്യം എന്താണ്? പുള്ളി ഫ്ലൈറ്റിന് വരുന്നതിന് വരെ നടന്നാണ് വരുന്നേ. അയ്യയ്യേ, അടിച്ച് കരണ്ട കുട്ടി പൊട്ടിക്കണം പറഞ്ഞിട്. ചളിയാണെങ്കിലും മര്യാദ വേണ്ടേ? മനുഷ്യന്റെ മൂട് പോയി കോപ്പ്. അത് ഓൾറെഡി നീ എറിക്കനോട് ചോദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്ത് മൂട്? ഇനി നിന്റെ അപ്പം വരട്ടേടി. എറിക്കല്ലേ ടെൻഷൻ, നമുക്ക് ശരിയാക്കാം. ചായ കൂടി വന്നപ്പോ എന്തിനു ടെൻഷൻ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കട്ടക്ക് കൂടെ നിൽക്കൂലേ. ആ, അത് ഞാൻ കണ്ടായിരുന്നു അന്ന് പ്രശസ്തേക്ക്. റോക്കറ്റ് പോലും പോവില്ല അന്ന് നീ ഓടിയ സ്പീഡില്. അതൊരു ഇഷ്ടപ്പെട്ട സംഭവം മാത്രം. ഇതിപ്പോ എത്രാമത്തെ ഇഷ്ടപ്പെട്ട സംഭവം അറിയൂടി പട്ടി. അഴയാ വിശ്വസിക്കാളിയാ. നിനക്ക് വന്നതിന് തീരെ വിശ്വാസം പോരട്ടാ. അല്ല, ബെഞ്ചമിൻ ക്രിസ്ത്യൻ അല്ലേ? നിനക്ക് ടെൻഷൻ ഇല്ലേ? അത് അറിയില്ല, ഞാൻ അത്രക്ക് അങ്ങോട്ട് ആലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ടി വരാക്കി. ആലോചിക്കേണ്ടി വരായില്ല. അതില്ല, എത്ര ഫ്രീ മൈൻഡഡ് ആണെന്ന് പറഞ്ഞാലും കല്യാണക്കാര്യം വരുമ്പോ എല്ലാ വീട്ടുകാരും ഒരുപോലെ. പ്രത്യേകിച്ച് ലവ് മാരേജ് ആണ്. വെറുതെ കയറിയാന്ന് ആദ്യമേ നിർത്തുകളി. അപ്പൊ പിന്നെ 2 മതമാണെന്ന് പറഞ്ഞാ പിന്നെ പറയണോ? നീ അങ്ങ് വിളിച്ചോടി, എന്നിട്ടൊരു കൊച്ചക്കാമത്ത് വെച്ചു വന്നാ മതി. ആ പൊട്ടന്റെ കൂടെ വിളിച്ചോട്ടെ, ഞാൻ എന്നായിരിക്കും. പിന്നെ എന്റെ അച്ഛനമ്മ അത്ര പ്രശ്നക്കാരൊന്നുമല്ല. അവൻ എന്നോടുള്ള ഇഷ്ടം ന്യായമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട. ബെഞ്ചമിനെ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ പിന്നെ അച്ഛനും അമ്മയ്ക്ക് എന്റെ സന്തോഷം തന്നെ ഇമ്പോർട്ടന്റ്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പിന്നെ അല്ല, ബാക്കിയുള്ളവരൊക്കെ കല്യാണം വരെ ആലോചിച്ചു തുടങ്ങി. എനിക്ക് ആ സാമദ്രോഹിയുടെ പൊടി പോലില്ല. ഇവിടെ പോയി കിടക്കണോ കാലം. നീ എത്തിനെ വിളിച്ച് നോക്കിയില്ലേ? സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ അതന്നെ എവിടെ അടിച്ച് കോണ് തെറ്റി കിടപ്പുണ്ട്. നാട്ടിൽ ഇത്ര ആമ്പിള ഉണ്ടായിട്ടും ഇങ്ങനത്തെ ഒരു കുട്ടിച്ചാതനാണല്ലോ ദൈവം ഞാൻ പ്രേമിച്ചത്. ഇത്ര നേരോട്ടും ബെഞ്ചമിനെ കാണാത്തത്. ഇവിടെ പോയി കിടക്കുന്നാവോ? നീ എന്തായാലും വിളിച്ചാണ് എടുക്കുന്നത്. സ്വിച്ച് ഓഫ് വെക്കാൻ പോയാ. ചാരു, യെസ് മിസ്. എന്ത് യെസ് മിസ്? ഏത് ലോകത്താണ്? ഞാനിവിടെ തൊണ്ടേരി പറയുന്നല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട് മിസ്. എന്നാ പറ, ഞാൻ എന്താ പറഞ്ഞേന്നു? ഒലക്ക എന്തിന് കെട്ടിയെടുക്കണോ താനൊക്കെ ഇങ്ങോട്ട്? അതെങ്ങനാ? ഞാൻ ഇതുവരെ പഠിപ്പിച്ച ഏറ്റവും മോശം ക്ലാസ്സിലെ പിള്ളേരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. അയ്യോ മിസ്സേ, അയ്യോ അയ്യോ, വേദനിച്ചിട്ട് വയ്യേ. ഇതെന്താണ് പറ്റി മിസ്സേ? വയറുവേദനയാണ്. മോളിരുന്നോളൂ, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി റെസ്റ്റ് എടുക്ക്. ശരി മിസ്സേ. എടുപ്പില്ലേ മിസ്സേ? അവൾക്കൊരു സഹായത്തിന് ഞാനും കൂടെ പൊക്കോട്ടെ? അതിനെന്താ പൊക്കോളൂ, പുറത്തു നിന്നാ മതി. അലീനെ വിളിക്കുമ്പോ പെട്ടെന്ന് അറിയാലോ. പോട്ടെ. നിനക്ക് എപ്പ തുടങ്ങിയത് വയറുവേദന? മിസ്സിന് എന്നെ പൊക്കിയപ്പോ മുതല് കുരുട്ടുകുതി തലനിറയെ ഉണ്ടായിട്ട് കാര്യമില്ല. ആവശ്യം നേരത്തെ ഉപയോഗിക്കാൻ അറിയണം. നീ വരുന്നുണ്ടേ വാ, ഞാൻ വീട്ടിൽ പോണേനു. അപ്പൊ അടുത്ത 6 ക്ലാസ്സിൽ കയറണ്ടേ? എനിക്കൊന്നും വയ്യ. ഇന്റേണൽ മാർക്കിനുള്ള അറ്റൻഡൻസ് ഉണ്ടല്ലോ. പിന്നെ ക്ലാസ്സിൽ ചെന്നാലും സപ്ലൈ എഴുതിയാൽ നമ്മൾ പാസ്സാവുള്ളൂ. പിന്നെ എന്തിനാണ്? എന്നാ നീ ചെല്ല്. നേരത്തെ ചെന്ന അമ്മ വഴക്ക് പറയും. പിന്നെ എപ്പോഴും സപ്ലൈ മേടിച്ചാൽ എങ്ങനാ? ലൈഫ് കുറച്ചുകൂടി സീരിയസ് ആയി കാണാൻ തുടങ്ങാനാ. അയ്യടാ, ഇതെന്നു മുതൽ തുടങ്ങി അമ്മേനെ പേടിയും ജീവിതത്തിൽ സീരിയസ്നെസ് ഒക്കെ. നീ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ കാത്തു കെട്ടി കിടന്നാലും കാര്യമില്ല. ബെഞ്ചമിൻ വരില്ല. വരുന്നുണ്ടായിരുന്നെ നേരത്തെ വന്നേനെ. ഇനി നീ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിന്റെ കലിപ്പാവോ? ആർക്കറിയാം. എല്ലാരും പറഞ്ഞത് പെമ്പിള്ളാരാണ് കോംപ്ലിക്കേറ്റഡ്. ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണുങ്ങളാണ്. 6 നേരം 60 നേരം സ്വഭാവമാണ് പറ്റുന്നവർക്ക്. പ്രേമിച്ചു തുടങ്ങുമ്പോൾ ആവശ്യമില്ലാതെ 100 നേരം വിളിക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കോള് കാണാൻ അങ്ങോട്ട് വിളിച്ചാൽ കുറ്റം. നമ്മൾ ഭയങ്കര സൗകര്യം കൊടുക്കാത്തവർ ചക്ക, മാങ്ങ, തേങ്ങ എന്ന സാധാരണ വിളിക്കേണ്ട സമയത്ത് വിളിക്കാതിരിക്കുമ്പോ ആ കാരണമെങ്കിലും ഒന്ന് പറയണ്ടേ? ഇന്ന് തന്നെ നമ്മളൊന്ന് തിരിച്ചു ചെയ്ത് നോക്കട്ടെ. അപ്പൊ അറിയാം ഇവരുടെ നിറം മാറുന്നത്. നീ എന്താണ് ഒറ്റക്കിരുന്ന് പെറുകൊടുക്കണേ? നിന്റെ അപ്പന്റെ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഇവിടെ നാണോ 2 വായും പൊളിച്ചു നിന്നു. ഞാൻ പോണു. അളിയാ, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. നീ എവിടെ പോണു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട്? ഞാനല്ല, നമ്മള് പോകുന്നെന്ന് വേണം പറയാൻ. നമ്മളോ? എവിടെ? എന്തിന്? അതൊക്കെ ഉണ്ട്, സസ്പെൻസ് ആണ്. പൊന്നളിയാ, ഞാൻ ബാങ്കൊന്നും കൊള്ളടിക്കാൻ പോണില്ല. നിനക്ക് വിശ്വാസം ഉണ്ടാവാ? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇത് തല്ലുകൊടുത്തലോ ഒന്നും അല്ലെന്ന്. പിന്നെ എന്തിനാണ് പേടിക്കണേ?
പിന്നെ നിനക്ക് കാര്യം നേരത്തെ പറയണോണ്ട് എന്താണ്? അത് പ്ലാൻ സക്സസ് ആവാൻ ഞാനിത് ആരോടും പറയില്ല, നേർച്ച നേർന്നു പോയി. എന്തോന്നു ഉടായിപ്പെട്ട ചവിട്ടി എല്ലൊടിക്കും പട്ടി. ഹവാ 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 ഹവാ. അവസാനോട്ട് ചോദിക്കണത് മരുന്നുണ്ടാ? ഓ തൊലയായിട്ട്. എത്തി സ്ഥലം എത്തി, ഇറങ്ങട പോപ്പേ. ഇതെവിടെയാണ്? ഇതെന്താണ്? കയറ പോർച്ച്? ഇതെന്താണ് ഇവന്? നീ ഇതെന്തിനുള്ള പുറപ്പാട ബെഞ്ചമിനെ? ഇതെന്തിനാണ് ഈ ആക്രി സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്? ഇതാരുടെ വീടാണ്? കാണാൻ പോണ മൂലം പറഞ്ഞറിയണ വഴിയാ. ഇതൊക്കെ എപ്പോഴാവശ്യം വരുന്നേ പറയാൻ പറ്റത്തില്ല. ബെഞ്ചമിനെ എന്റെ കൈയും കാലൊക്കെ വെറുക്കണേണ്. നീ സംഗതി പറ, ഇതെന്താണ് പരിപാടി? ഇതാരുടെ വീടാണ്? ഇവനെ കൊണ്ട് നീ ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ഒരാവശ്യമില്ല. നമ്മൾ അന്യന്റെ പറമ്പിലൊന്നും അല്ല കാലുകുത്തിരിക്കുന്നേ. പിന്നെ ഇത് നിന്റെ അപ്പന്റെ പറമ്പാണോ? എടാ എന്റെ നിന്റെ അപ്പന്റെ വീടും പറമ്പാണിത്. അതുകൊണ്ട് വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം വീട് പോലെ കണ്ടി കയറിക്കോ. എന്തോന്നാ? ഇതാണ് ആ സ്ഥലം. നിന്റെയും എന്റെയും ഭാവി ഭാര്യമാരുടെ വീടും പറമ്പും. പൊളിയല്ലേ? കെട്ട് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഷെയർ മേടിക്കാൻ ചാറ്റിനോട് പറയണം. ഇതെന്താ ഒരു സൗണ്ട്? എടാ മാറി എഴുന്നേക്കടാ, ടൈമില്ല. ആരെങ്കിലും വന്നാ തീർന്നു. വിടടാ, നീ അല്ലടാ പട്ടി പറഞ്ഞേ നേറിയില്ലാത്ത കാര്യമല്ല ചെയ്യുന്നേന്ന്. നട്ടപ്പാതിരാത്രിക്ക് പെമ്പിളയുടെ വീട്ടിൽ കയറി ചെല്ലുന്നതാണ് അച്ചൂലെന്നേറിയുള്ള കാര്യം. കാലൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ട് ബോധം കേടണ ഊളെ. എന്റെ നല്ല ജീവനാണ് പോയെ. എനിക്ക് ബെഞ്ചമിനെ ഊഴങ്ങളി കളിക്കല്ലേട്ടാ. ചാരു നിന്റെ ഇഷ്ടം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പിന്നെ അലീനയുടെ വീട്ടിൽ എനിക്കിപ്പോ കയറേണ്ട ആവശ്യമില്ല. പിടിച്ചെന്ന് ആറും എന്നെ നീ നോക്കണ്ടതിന്. ഞാൻ പോവാണ്. എന്നെ ഒറ്റക്ക് പിടിച്ച കൂട്ടിന് നീ ഉണ്ടാകുന്നു ആള് കൂടുമ്പോ ഓടി കാണുന്നു. ഞാൻ പറഞ്ഞു കളിയാ. നീ പറയോടാ? പറയും. തെളിവിന് ഈ വഴി നീ ഉണ്ടായിരുന്നോ നോക്കാനായിട്ട് ജംഗ്ഷന്റെ CCTV ഫുട്ടേജ് നോക്കാനും ഞാൻ പറയും. നീ എന്നെ തൊലച്ചടങ്ങൂളല്ലേ നായന്റെ മോനെ. എടാ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നീ പേടിക്കാതെ. ഞാൻ അവളെ ഒന്ന് ഒറ്റക്ക് കണ്ടെത്തിരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നിട്ടും വരുന്നില്ലേ പിന്നെ നീ പറയണ പോലെ ആ ചാപ്റ്റർ ഞാൻ തുറക്കില്ല. പക്ഷെ ഇതിനൊന്നും നീ എന്റെ കൂടെ നിൽക്കണം. ഇത് പാളിയാ പിന്നെ ഞാൻ പറയണ പോലെ നീ കേൾക്കുന്നുള്ളത് വാക്കാണോ? ഇത് പാളിയാ നീ പറയണ പോലെ. എന്നാ വാ, വരുന്നിടത്ത് വെച്ച് വേണം. ആ ലോറി കണ്ടോ? ആ ലോറിയിൽ കിടക്കുന്ന മാസ്ക് കണ്ടോ? അതിങ്ങോട്ട് എടുക്കും. മുഖം മറച്ചുകൊണ്ട് പോകാം. ആരെങ്കിലും പിടിച്ചാലും നമുക്ക് വേഗം രക്ഷപ്പെടാലോ. അമ്മേ ആരെത്തി? ഇതേതാണ് കുരുപ്പ്? അല്ല, നമ്മള് വരുന്ന കാര്യം നീ ഇവര് വിളിച്ചു പറഞ്ഞായിരുന്നോ? അതിന് ഞാൻ ഇപ്പോഴും ഇടപൊല്ലേ. നീ ഇങ്ങോട്ടാണ് കെട്ടിയെടുത്തേക്കുന്നതെന്ന് അറിയുന്നേ. പിന്നെ ഇതെന്ത് മറിമായം? തമ്പുരാനറിയാം. അല്ല വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ലേ? എടാ നമ്മുടെ ബൈക്കിന്റെ കാര്യമാ പറയണേ. അല്ല, വണ്ടി പുറത്തായിട്ടിരിക്കുന്നേ. എന്നാ ഓഫ് എടുക്കാറുണ്ടല്ലോ. ഓ ടാങ്ക് തുറക്കണോ അല്ലേ? എന്നാ തുറന്നോ. ദേ ആ സൈഡിലാണ് ടാങ്ക്. അല്ല നിങ്ങള് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്നോടല്ലേ? ടാങ്കുകൾ മിതമായി വൃത്തിയാക്കി നല്ല സംഗീതത്തില്ല. എന്തൊക്കെ ഈ ലോറിന്നാണ് ഇവന് ഈ മാസ്ക് എനിക്ക് എടുത്തു തന്നത്. ചിലപ്പോ നീ അല്ല നിങ്ങൾ അവര് തന്നെ അല്ലേ? ഇതുവരെയല്ല, ഇനി വേണമെങ്കിലാവാം. എന്താ? അല്ല, ഞങ്ങൾ അവര് തന്നെയാണെന്ന് പറയുമായിരുന്നു. എന്നാ ടാങ്ക് തുറക്കാല്ലേ? എനിക്കറിയാൻ പാടില്ല എന്നോട് ചോദിക്കുക. നിന്റെ ഭാര്യ വീട്ടുകാര് മൊത്തം ഇങ്ങനെയാണ്. ഒരുത്തി ചന്തിന്ന് പറഞ്ഞ ഇഷ്ടം പറയുക, വേറൊന്ന് അളിയനെ കൊണ്ട് സെപ്റ്റി ടാങ്ക് തുറപ്പിക്കുക. നിന്റെ പെണ്ണിന്റെ സെപ്റ്റി ടാങ്ക് എന്തിനാണ് ഞാൻ വൃത്തിയാക്കുന്ന ശവമേ? എടാ ആ പോയതാണ് ആദം. അറിയാണ് നിന്റെ അളിയനയുടെ ഇളയത്. അവനെ ചുമ്മാ പറയണ എന്തിനാ? നിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ടാണല്ലോ ഈ പണി കിട്ടിയത്. പോരാത്തതിന് അവന്റെ കൊടുക്കേണ്ട ഒരു കയറും കപ്പിയും കൂപ്പും. എന്താണെന്ന് സൂക്ഷിച്ചു നോക്കണേ. നിന്റെ കയ്യിലെ പണി സാധനം കണ്ടിട്ടാണ് ആ കൊച്ചങ്ങനെ ചോദിച്ചത്. ഓ, അതില്ലായിരുന്നേലും ഇപ്പൊ നിലവിളക്കും താലപ്പൊലിയുമായിട്ട് വിളിച്ച് കയറ്റിയനെ. മിണ്ടാതെ പണിയെടുക്കണം അറി. കോപ്പ് എനിക്ക് മുന്നേ ഇതൊന്നും ശീലമില്ല, നാശം പിടിക്കാം. ഞാൻ പിന്നെ പാർട്ട് ടൈം ആയിട്ട് ഈ പണിക്കാണല്ലോ പോകുന്നത്. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ചിലച്ചടിച്ച് പല്ലെടുക്കും നിർത്തും. കോപ്പ്
എടാ പുല്ലേ, ഇവരിന്ന് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആളെ വിളിച്ചിട്ടുണ്ട്. അവന്മാർ ഇവിടെ എവിടെയെങ്കിലും കാണും. അവര് നമ്മളെ കണ്ട പരിപാടി പൊളിയും. അതിനു മുന്നേ എങ്ങനെയല്ലേ ഇവിടെ നിന്ന് നൂരാൻ നോക്ക്. അലീന, ഹലോ, ഈ നാറിക്ക് ഉറക്കൂല്ലേ കർത്താവേ. ഹലോ, ബെഞ്ചമിൻ അല്ലേ? അതെ, ബെഞ്ചമിനാണ്. ആ എടാ, നാളെ വരുമ്പോ മാത്സ് നോട്ട് ഒന്ന് തരണേ. എനിക്ക് കുറച്ച് പോർഷൻസ് എഴുതാനുണ്ട്. ഇത് ചാരുവാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ചാരു തന്നെയാണോ? എന്നാ ഫോൺ. ഹലോ ചാരു. അയ്യോ, ഞാൻ നമ്പർ മാറി വിളിച്ചിട്ടേ കേട്ടോ. ക്ലാസ്സിലൊരു ബെഞ്ചമിൻ ഉണ്ട്. അയാളെ വിളിച്ചപ്പോ ഈ ബെഞ്ചമിന് മാറിപ്പോയില്ല. ശരി, വെക്കട്ടെ. വെക്കല്ലേ. എന്റെ പൊന്നു ചാരു, ദൈവമായിട്ടാ നിന്നെ ഇപ്പൊ വിളിപ്പിച്ചേ. ഞങ്ങള് നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിലുണ്ട്. നിങ്ങളെന്തിവിടെ ഈ നേരത്ത്? ഈശ്വര, ഇതെന്താണ് മാസ്ക് ഒക്കെ ഇട്ടിട്ട്? നീ എന്തേലും ഒന്ന് ചെയ്യ കൊച്ചേ. ഫ്രണ്ടിൽ ആരും ഇല്ലല്ലോ. എന്നാ പിന്നെ വേഗം ഗേറ്റിൽ നിന്ന് പുറത്തോട്ട് പോകണ്ടന്മാരെ പോലെ തന്നെ കാട്ടാതെ. അതിന് നിന്നെ ഇന്ന് കാണാതെ ഇവനെ കെട്ടിയെടുക്കൂലെന്നാണല്ലോ സാമദ്രോഹി പറയണേ. പിന്നെ ഞാനെന്ത് കാട്ടാനാ? നീ ബെഞ്ചമിന് ഫോൺ കൊടുത്തേ. ബെഞ്ചമിൻ, ഇതെന്താ നീ കാട്ടണത്? പിടിച്ചാലുണ്ടോന്ന് പുകില് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? പിടിച്ചാലെന്താ? എന്നെ ഇവനെയും പിടിച്ച് പോലീസ് ഏൽപ്പിക്കുമായിരിക്കും. പോലീസ് ഞങ്ങളെ തലങ്ങും വിലങ്ങും തല്ലുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. നിനക്ക് അത്രയും പോരല്ലേടാ മാറി. ബെഞ്ചമിൻ, വേഗം പോവാൻ നോക്ക്. ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി വെറുതെ എറിക്കിന്റെ അലീനയുടെ ജീവിതം കൂടി തുലക്കല്ലേ. ഞാൻ ആരെയും തൊലക്കാനോ നശിപ്പിക്കാനോ ഒന്നും നിൽക്കണില്ല. പുറത്തോട്ട് ഇറങ്ങി വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നാളെ കോളേജിൽ വെച്ച് പറഞ്ഞാൽ മതി എന്താണേലും. അതിനാണ് എനിക്ക് ഇങ്ങോട്ട് ഇത്ര റിസ്ക് എടുത്ത് വരണ്ടല്ലോ. ഞാൻ ടെറസിൽ വെയിറ്റ് ചെയ്യാം, അങ്ങോട്ട് പോരും. ഇവിടെ പോരാൻ നോക്കാണ്ട് നീ ഇതെങ്ങോട്ടാണ് കേറി പോണേ? ഇത് ഇവളുടെ മുറിയായിരുന്നാ? എറിക്കെ, നീയോ? ഞാൻ മാത്രമല്ല, ബെഞ്ചമിനുണ്ട്. എവിടെ? ചാരുവിന്റെ ടെറസിൽ. എന്തിന്? ദൈവമേ, നിങ്ങളിത് എന്തുദ്ദേശിച്ചാ? എനിക്കറിയാൻ പാടില്ല. നിന്നെ ഞാൻ വിളിച്ചതാ. അതോടെ എടുത്തത്. എന്നിട്ടെന്ത്? കോൾ കട്ട് ചെയ്ത്. നിന്റെ ഫോൺ നിനക്ക് കൈ വെച്ചൂടെ? ഞാൻ ഈ ടൈം വിളിക്കുന്നത് നിനക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. കണക്കായിപ്പോയി. ഇന്ന് കാലത്ത് ഞാൻ എത്ര വട്ടം വിളിച്ചു. ഉച്ച വരെ ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ വിളിച്ചപ്പോ റിങ്ങുണ്ട്, എടുക്കണില്ല. എവിടായിരുന്നു? അത് ഹോസ്റ്റലിൽ ബെഞ്ചമിന്റെ അടുത്തായിരുന്നു. വിളിക്കാൻ പറ്റിയില്ല. ഓ, അതിന് കുഴപ്പമില്ല. ബാക്കിയുള്ളവരടിച്ച ടെൻഷന് വിലയില്ലല്ലോ. നീ സീരിയല് കാണാൻ തുടങ്ങിയ? അധികമൊന്നുമില്ല, ഒരു 5 കാണും. ഹിന്ദി. എന്തേ? അപ്പൊ എന്റെ ജീവിതം നായ നക്കി. എന്തോന്നാ? ഇന്നത്തെ കൊണ്ട് നിർത്തിക്കോണോ സീരിയല് കാണുന്നത്? ബാക്കി എന്തും നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ ഒരു കാര്യം എന്റെ ഒപ്പം ജീവിക്കുമ്പോ നടക്കൂല. ആ ബെസ്റ്റ്. ആദ്യം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ നോക്ക്. പപ്പ വരുന്നുണ്ട് ലീവിന്. വന്നാ പിന്നെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് തുടങ്ങും തലവേദന. വേറെ ഏതെങ്കിലും കോന്തന്മാരുടെ മക്കളെ നോക്കാൻ എന്നെ കിട്ടൂലട്ടാ. ഇറക്കി പറഞ്ഞേക്കാം. വേറെ കോന്തന്മാരുടെ പിള്ളേരെ നോക്കാൻ നിന്നെ ഞാൻ വിട്ടു കൊടുത്തിട്ട് തന്നെ. പണ്ടാരം കൊണ്ടുള്ളൂ. റൊമാൻറ്റിക് ആവാൻ സമ്മതിക്കൂല. കർത്താവേ, നിന്നിച്ചേക്കണേ. എന്ത് കോപ്പാണ് നിനക്ക് പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത് നിനക്ക് അറിയൂലല്ലേടി. ഇവിടെ സ്ഥലത്തിനൊക്കെ എന്താ വില? സെന്റിന് എത്ര റേറ്റ് വരും? എന്തോന്നാ? അല്ല, നിന്നെ ഈ രാത്രി കണ്ട് എനിക്ക് ചോദിക്കാനുണ്ടാവുക ഇതൊക്കെ ആയിരിക്കുമല്ലോ, അല്ലേ ചാരു? നീ ഇന്നലെ വൈകുന്നേരം വലിയ വായിക്കൂടെ ഡയലോഗ് അടിച്ചല്ലോ. ഇനി വേണ്ടെന്ന മട്ടിൽ. ആ തീരുമാനത്തിൽ രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. ഇപ്പോഴും നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലേ? നീ പറഞ്ഞ പോലെ ഞാനിനി ഇതും പറഞ്ഞ് എന്റെ അടുത്ത് വരില്ല. അതല്ലെങ്കിൽ ഇപ്പൊ പറയണം. നിന്നെ അല്ലാതെ വേറൊരുത്തിയെ ഞാൻ മിന്നെ കിട്ടുന്നത് നിനക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? മതി, ഞാൻ നിന്നെ കുറെ വിഷമിപ്പിച്ചു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ എനിക്കത് തിരിച്ചു തന്നു. ഇനി മതി, എനിക്ക് നീ ഇല്ലാതെ വയ്യ. നീ മതി എനിക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നീ അല്ലാതെ ഇനി ഒരൊറ്റ പെണ്ണിനെ ഞാൻ നോക്കില്ല. അല്ല, ഇനി നോക്കിയാലും
നീ ഇട്ടേച്ചും പോവില്ല സത്യം. അങ്ങനെ എങ്ങാനും നോക്കിയ പുന്നാരം മോനെ നിന്റെ ഈ വാരിയില് ഞാൻ ഈ മൂരിയെടുക്കും. ഇനി എന്നെ ഇട്ടേച്ച് പോവല്ലേ ബെഞ്ചമിനെ, എനിക്ക് അതിനെ സഹിക്കാൻ ഒക്കത്തില്ല. കർത്താവേ, ഇറക്കിപ്പോ ടാങ്ക് ക്ലീൻ ആക്കി തുടങ്ങി കാണും. ഇറക്കിന്റെ കാര്യം മാറുന്നില്ല. പോട്ടെ, നാളെ കോളേജ് കാണാട്ടാ. ഇന്ന് സുഖമാണി കാറ്റ്, ഇതൊരു സുഖമാണി സന്ധ്യ. പിന്നെ ഭയങ്കര സുഖമുള്ള കാറ്റാർന്ന്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 10 മിനിറ്റ് കൊണ്ട് നീ വരാൻ വൈകിച്ചെങ്കിൽ ഞാൻ ആ സെറ്റിട്ടാകെ വൃത്തിയാക്കിട്ട് വന്നിനെ പട്ടി. എന്നിട്ട് അവന്റെ സുഖമാണ് കാറ്റ് കൂടും. എന്താണ് ഇത്ര കൊച്ചിക്കാൻ? കഴുകേണ്ടി വന്നാ കഴുകണം മിസ്റ്റർ. അന്യന്റെ വീടൊന്നും അല്ലല്ലോ. എടാ കോപ്പേ, എന്റെ കൂടെ ഒന്നും വന്നോണ്ടല്ലേടാ നിനക്ക് അവൾക്ക് ഉമ്മ കൊടുക്കാൻ പറ്റി. നന്ദി വേണോടാ പന്നി. അല്ല, നീ എങ്ങനെ കണ്ട്? എന്ത് ഉമ്മ? ഓ, അപ്പൊ എന്റെ അഭ്യൂഹം തെറ്റിയില്ല. കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ വർത്തമാനം പറയണത്. അല്ല, നീ വിചാരിക്കുന്ന പോലെ അളിയാ, നീ കൊടുത്താ എന്ത്? ഓ, കൊച്ചു കള്ളൻ, ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിച്ചാൽ അടിച്ച് പല്ലെടുക്കുന്ന അറി. ഓ, എന്തൊരാകാംക്ഷ. കൂടത്തരത്തില് എന്നേലും ഫസ്റ്റ് ആണ്. എന്നാലും നാട്ടുകാർക്ക് മുന്നിൽ നീ സൂപ്പറും ഞാൻ കാഫറും. എന്താണ് ബാബേട്ടാ തറ കൊടുത്ത? ആ, 2 അവള് സമ്മതിച്ച? നീ ഒന്ന് പോയി കക്കൂസാന്നറി. ഓവേ എന്റെ കുമാരിട്ടാ. ഓ, ഇന്നലെ വരെ നമ്മളെ ഉണ്ടായിരുന്നോട്ടാ. കോഴിയുടെ ശവമേ, നാറിയിട്ട് പാടില്ല. എന്താടാ, എന്താ മുഖം പൂത്തൂത്തിയ മാതിരി ഇരിക്കണേ? ഏതാ? എനിക്കും കൊടുക്കണം ഒരു ഉമ്മ. എന്തോന്ന്? ഓ, പൊട്ടം കളിക്കലേടാ പന്നി. എടാ, എന്താണേലും നീ തെളിച്ചു പറയടാ. എടാ, നിന്നെക്കാളും മുന്നേ സെറ്റ് ആയതല്ലേ ഞാൻ. എന്നിട്ട് എനിക്ക് ഇതുവരെ മര്യാദക്ക് ഒരു കിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ ആ കയ്യത്തൊരു പെക്ക് കൊടുത്ത്, അത്ര തന്നെ. ഞാൻ എന്നാ വേണം? നിനക്ക് നീ പോയി ചെയ്യടാ. അതല്ലടാ, അവള് നിന്റെ ചാരുവിനെ പോലെയൊന്നുമല്ല. അവക്ക് മുട്ടുന്നാണോ? നീ ഒന്ന് ഹെൽപ്പ് ചെയ്യടാളിയാ. ഞാൻ എന്തോ വേണോന്നാ നീ പറയണേ? നീ അവളെ നൈസായിട്ട് എന്റെ മുന്നിലൊന്ന് എത്തിച്ചാ മതി. എന്തേലും നുണ പറഞ്ഞു. അയ്യേ, ഇമാതിരി ചിട്ടത്തോടൊന്നും ബെഞ്ചമിന്റെ ഡിക്ഷണറിയിലില്ല. നീ പോയേ. ഓ, തനിക്കെല്ലാം കിട്ടിയല്ലോ. നമ്മക്ക് എന്തായാലും എന്തായാലേ. എടാ, വേറൊന്നും വേണ്ട. നീ കൊടുത്ത പോലെ കവളത്തൊരുമ്മ. എത്ര നാളായടാ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിക്കണേ. ഇതിന്റെ നന്ദി എന്നും എന്നോട് ഉണ്ടാവണം. ഞാൻ ചാരുനോട് പറഞ്ഞ എങ്ങനെയല്ലേ അവളെ ലൈബ്രറിയിൽ എത്തിക്കാൻ പോരെ. നീയാണ് അറിയ ചങ്ക്. ഓ, ആയി നോക്ക്.